ഇത് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ. ഇതൊക്കെ ആർമിൻ്റെ ഒന്നുണ്ടാവും. എനിക്കൊണ്ട് ആന ഇതിലാറെ ചെറുതാ. ഹലോ ഗായ്സ്, അപ്പോൾ അബിൾ ബാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ മൈസൂരുണ്ട് കാർ മ്യൂസിയം, കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. വേറെ മൈക്കും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനും കുറേ കാണും, ഞാൻ കുറേ ആൾക്കാർ സ്റ്റോറി സ്റ്റാറ്റസ് ഇങ്ങനെ കാണാനുണ്ട്, പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. കാരണം നാട്ടിൽ പോകേണ്ട, നാട്ടിൽ അല്ലെങ്കിൽ ലേറ്റ് 6 മണിയൊക്കെ ആവും എത്താൻ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഇതാണ് കേട്ടോ മൈസൂർ ഹൈവേ. മൈസൂർ ഹൈവേൻ്റെ തന്നെ റോഡ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് ബൈക്ക് പാർക്കിങ്, നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഏരിയയിലാട്ടോ. ഉള്ളോട്ടൊന്നുമല്ല. കണ്ടോ ഒരു ടയറിൻ്റെ ഇത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും സ്റ്റോറി സ്റ്റാറ്റസൊക്കെ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വന്നവരോ. ഒന്നുമില്ല, കുറേ വിൻറ്റേജ് വണ്ടികളൊക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് കണ്ടിട്ട്. ഇതൊക്കെ പാർക്കിംഗ് ആട്ടോ. എൻട്രിയും ഇതൊന്നും കാണുന്നില്ലല്ലോ. അത് കയറി പോവല്ലേ. ഒക്കെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഇതിൻ്റെ എന്താണ് പായന ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ടേ എനിക്കറിയില്ല. എന്തായാലും കാണിച്ചു തരാം. കമോ ഇതാണ് കേട്ടോ, ഇതാണ് എൻട്രി. നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കേട്ടോ. ഇതൊക്കെ എന്താ, അവിടെ കഫേ ഉണ്ടാ, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇതിൻ്റെ താഴത്ത് ഒക്കെ മ്യൂസിയം തന്നെ. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ. ഒരു സെക്യൂരിറ്റി വരെയും കാണാനില്ല, ഒക്കെ അയച്ചിട്ട്. ഇങ്ങനെ വേണം സ്ഥലങ്ങളൊക്കെ. മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയ 100 സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ പോയി നോക്കാൻ നമ്മളെ. ഒക്കെ നല്ല സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഒരു ബ്ലോഗാണെന്ന് അറിയില്ല. ടിക്കറ്റ് ഉണ്ട് എന്നാ തോന്നുന്നു കേട്ടോ. ടിക്കറ്റ് ഉണ്ട്, എത്ര നോക്കട്ടെ ടിക്കറ്റ് ചാർജൊക്കെ. ഓക്കെ, $75 ആട്ടോ ടിക്കറ്റിന്. ഇവിടെ 75 ഒരാൾക്ക് കേട്ടോ. കുട്ടികൾക്ക് എന്തൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ചെറിയ പൈസ ഒന്നും ഉണ്ട്, ഫ്രീ ഇല്ല ഒന്നും. ഇവിടെ പുറത്തുതന്നെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. പുറത്തുതന്നെ ഒരു അംബാസഡർ എന്നല്ലേ. ഇതൊരു ലോകമാണ് കേട്ടോ. അല്ലേ, ഇതെന്താ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഇതൊക്കെ എന്താ കാർബറേറ്റർ, എന്തൊക്കെ സംഭവമുണ്ട്. എനിക്ക് വണ്ടികളെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. കുറേ ഒന്നും ഞാൻ വണ്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കയറുന്നുണ്ട്. ഇത് നമ്മളെ കളവണ്ടിയൊക്കെ അല്ലേ, പണ്ടത്തെ രാജാക്കന്മാരുടെ തോന്നുന്നു അല്ലേ. ഇവിടെ താഴത്തേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ടികളെ കളക്ഷൻ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ നിരയായിട്ട് തന്നെ കുറേ വണ്ടികളുണ്ട്. 500 വണ്ടികൾ ഞാൻ നിരയൊക്കെയാണ് എടുത്തിട്ട് പോകുന്നത്. അതന്നെ ഉള്ളൂ. പണ്ടത്തെ വണ്ടികൾ കേട്ടോ. ഇതിനൊക്കെ ഇപ്പം എത്ര ഉണ്ടാവും? കോടികളൊക്കെ ഉണ്ടാവില്ല. പഴയതായോണ്ട് എനിക്കറിയില്ല, ഐഡിയ ഇല്ല. ഇതൊക്കെ ഏതാ വണ്ടി അങ്ങോട്ട് നോക്കി സാധനം. ഇവിടെയൊക്കെ ഒക്കെ ഒരു മോന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഒരു അംബാസഡർ കീരി കാലഘട്ടത്തെ തോന്നുന്നില്ല. ഇതിനായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് അംബാസഡറൊക്കെ. എൻ്റെ മോനെ അവിടെ ഒരു സാധനം കണ്ടോ, ഏതോ സാധനം ആനൻ്റെ ഉൾപ്പുണ്ടല്ലോ.
നോക്ക്, ഇത്ര നീളം നോക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതാ അതിലുണ്ടാ വണ്ടി. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങൾ വന്നത്. ഇത് കുറച്ച് ബൈക്കുകളുണ്ട് കേട്ടോ ഇവിടെ, കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഏതാ ബോഡി? വിക്ടോറിയ, ജാവ, യമഹ. ഏതാ സാധനം? കേലോ കേൾക്കയോ പക്ഷെ അതൊക്കെ ഏതാ മൂടിലാ ഇങ്ങനെ കൊണ്ടെടുക്കണം വണ്ടികളൊക്കെ. ഏതാ വൃത്തിയൊക്കെ. പക്ഷെ ഇതൊന്ന് റോട്ടുമക്ക് ഇറക്കാൻ ധൈര്യം, അത്രയും ധൈര്യം വേണം. അല്ലെങ്കിൽ ആ ഒരു എവിടെ നിന്നാലും എവിടെ നിൽക്കുന്ന ഒരാൾക്കൊരു ഐഡിയും കിട്ടൂല, മനസ്സിലായോ? അങ്ങനത്തെ സംഭവം. അവിടെ ഇവിടെയൊക്കെ കുറേ അംബാസഡർ ഉണ്ട് കേട്ടോ. അംബാസഡർ അല്ല, ലാൻഡ് മാസ്റ്ററും കാണിച്ചുതരാം. ഓക്കെ ഏതോ അവിടെ വണ്ടികളെ കുറിച്ചൊക്കെ അറിയുന്നവർക്ക്, വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. ഫുള്ള് വണ്ടി. ഞാൻ പറഞ്ഞു ഒക്കത്തിനൊരു അംബാസഡറിൻ്റെ വാങ്ങിച്ചാൽ ഇത് അംബാസഡറാണ്. ഇങ്ങനെ എഴുതി കൊടുക്കും. ഈ താഴത്തേക്കൊക്കെ തന്നെ ഇറങ്ങുക. താഴത്തോണ്ട് കുറേ വണ്ടിയാണ്, പല കളറിലുള്ള സാധനങ്ങൾ കിട്ടും. ഇങ്ങനത്തെ ഒരു സാധനമാണ്. ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോല അടുത്തുണ്ടെങ്കിൽ. ഏതാ മൂവി? ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഇഷ്ടമാണ്. ഓളില്ല നോക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് പോട്ടോ. താഴത്തുണ്ടെങ്കിൽ അടുത്ത വണ്ടികൾ. ഓക്കെ, ഇവിടെ ഒരു സാധനം ഇതാ നോക്കി. ഏതാ മച്ച ലാശ സീനാട്ടോ. മൂപ്പര് നോക്കുക. പിന്നെ ഇവിടെ പിന്നെ ധൈര്യത്തിൽ വീഡിയോ എടുക്കട്ടെ. എല്ലാവരും ക്യാമറയും പിടിച്ച് ഇറക്കുന്നു. എന്തൊക്കെ ഒരുങ്ങുന്ന പോലെ അങ്ങനെ ഇറങ്ങണം. ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ഇവിടെ കുറേ വെറൈറ്റി സാധനമുണ്ട്. മോനെ ഏതോ സാധനം. ഇതിൻ്റെ ടയറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഇഷ്ട. ആർമീൻ്റെ സാധനം ഒന്നും കേട്ടോ. എങ്ങനെ ഇതിനൊക്കെ ആൾക്കാർ കയറുക? ആർമീൻ്റെ സംഭവം തന്നെയാണ് ഇതൊക്കെ. ആർമീൻ്റെ തന്നെ ഒന്നും കേട്ടോ. ഏതോ മൂടിലേ. അവിടെ ഇവിടെ വന്നാൽ മതിട്ട് നിങ്ങൾക്ക് എല്ലാ വണ്ടികളും കാണാൻ പറ്റും. ഏതൊക്കെ ഉച്ചൂടലാ. ഏതാ സാധനം? ആനൻ്റെ വലുപ്പമുണ്ട്. പക്ഷേ കറക്റ്റ് ആന നിൽക്കുന്ന പോലെ. എനിക്കൊണ്ട് ആന ഇതിലാറെ ചെറുതാ. ഒരു ക്ലാസ് സാധനം നോക്കി. മലയാളീസ് ഉണ്ടോ ഇവിടെ? ഇത് നമ്മളിതാ കുരുമുരുകൻ്റെ ലോറി. ഇതാ എത്ര കോടി റുപ്യേൻ്റെ സാധനം ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ. ഇതൊക്കെ കത്തി പിടിച്ച വിഷയമാവില്ല. ഇവിടെ ഇനി കുറേ വണ്ടികളുണ്ട്. മനസ്സിലാവും. മൂപ്പരായിട്ട് ഓണർ ഇതെൻ്റെ വണ്ടിയാണ്. ഇതും കൂടായിട്ട് ഇത് പൊളിച്ച്. ഇതൊക്കെ വുഡൻ കോട്ട് വുഡനാണോ അത്? ഇത് നമ്മളെ പണ്ടത്തെ മറ്റേ ബോംബെ ടാക്സി അല്ലേ ഇത്? ഇതെന്താ ഇവിടെ നമുക്ക് ജീവിതത്തിൽ കാണാത്ത വണ്ടികളൊന്നും കാണാട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും റോഡിൽ കൂടി പോവില്ല. BMW ഉണ്ടോ കേട്ടോ. ബെൻസ് അവിടെ ഉണ്ട്. ജാഗ്വർ ഉണ്ടോ കേട്ടോ. പണ്ടത്തെ ഇതൊക്കെ പണ്ടത്തെ പൈസക്കാർ കൊണ്ടിറക്കുന്നുണ്ടല്ലേ.
നോക്കുക, രാജാക്കന്മാർ പോകണമുണ്ട്. ഇതിനൊക്കെ ഗീറൊക്കെ ഉണ്ടാവും കേൾക്കാറല്ലേ. നല്ല വണ്ടിട്ടോ, വേറെ സാധനങ്ങളൊക്കെ കേട്ടോ. നടക്കുക എയറിൽ പാർട്സ് നിൽക്കുന്ന വണ്ടികളിതാണ്. പാർട്സൊക്കെ അറിയാം. പണ്ടത്തെ JCB കണ്ടിരിക്കണം അതിലും. ഇതാണ് പണ്ടത്തെ JCB. ട്രാക്ടറാണ് കേട്ടോ അത്. ട്രാക്ടറാണ് അതിന് കൊടുത്തിട്ടുള്ളത്. JCB ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെ കളിപ്പാട്ടത്തിന് പോലെ അത്. ഇനി തോന്നുന്നു കേട്ടോ വണ്ടികൾ ഇത്ര ഉള്ളൂ. ഇതിൻ്റെ ഇനി എക്സിറ്റ് എവിടെയാ? കുറേ ആൾക്കാർ കിട്ടും ഇവിടെ. ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കുക, എന്നിട്ട് പോവുക, അങ്ങനത്തെ പരിപാടി നടക്കും. എല്ലാവരും ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ എന്താ ഇത് വേറൊരു സംഭവം കേട്ടോ. ഇത് വേറെ മ്യൂസിയം. ഇത് വണ്ടി കഴിഞ്ഞു. പണ്ടത്തെ ആൾക്കാരെ തമിഴ്നാട്ടിൽ എന്താണ് എക്സ്പ്രസ് ഓഫ് ട്രഡീഷൻ, പണ്ടത്തെ ഒരു സാധനങ്ങളാട്ടോ. കണ്ടോളി. ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല, ഒക്കെ കണ്ടു പോവാം. ഒക്കെ അത്ര വലിയ വ്ളോഗർ ആയിട്ടില്ല. എനിക്ക് വേണ്ട ജനറൽ നോളജ്. ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അതുമ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. മനസ്സിലാകാത്തവർ കണ്ടുപോവുക. ഇത് മറ്റേ ബാർബലിൻ്റെ അമ്പ് വീട്ടിലല്ലേ, അതിനെ കൊടുക്കും. ഇതൊക്കെ എന്തോ സാധനങ്ങളാണ്, പണ്ടത്തെ ഓരോ സാധനങ്ങളാണ് തന്നെ. ചട്ടി ഇതെന്താ ഇത് മറ്റേ ക്രിക്കറ്റിൻ്റെ സിനിമയിൽ പന്ത് എറിയുന്ന സാധനമല്ലേ? തോന്നുന്നു ഏതാ കൊച്ചുകൂട ഏതാണ്ടാ പമ്പോര വായിച്ചോളൂ. എന്താ ബോധിധർമ്മൻ്റെ ബുക്കാണ്. ഇതൊക്കെ എന്തൊക്കെയാ സാധാരണ ഒരു ക്യാമറ തോന്നുന്നു കേട്ടത്. ക്യാമറ നമുക്ക് ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ അറിവുള്ളവർക്കൊക്കെ ഇവിടെ വന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിതൊന്നും ആരാന്നും കൂടി അറിയില്ല. ഇതൊക്കെ ആരാ ശരി? എന്നാലും 1940 മരിച്ചിട്ട് നോക്കും. കഴിഞ്ഞു ഇത്രയുള്ളൂ കേട്ടോ. ഇതൊക്കെ എന്തോ മെഷീനാണ്. ഇതൊന്നും പ്രതിമ. ഇത് എന്തോ ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ആള് യുദ്ധത്തിൻ്റെ വണ്ടി യുദ്ധമുണ്ടാവുമല്ലോ കേട്ടോ. മഹാരാഷ്ട്ര, കേരളത്തിലെ ആടിപ്പൈക്ക്, പഞ്ചാബിലെന്താ കത്ത്, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കഥ. തോക്കും കത്തിയൊക്കെ എന്താന്ന് എനിക്കറിയാം. ആരും ഫോട്ടോ കൂടിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്താ പ്രസ്സോ? പണ്ടത്തെ യു എസ് എ ഇറക്കിയത് കൊളംബിയൻ പ്രസ് പറയുമ്പോൾ പത്രം ചേർക്കുന്നല്ലേ, വേറെ എന്താ സംഭവമാണ്. ഇപ്പോൾ അത്ര ഉള്ളൂ ഇവിടെ. ഇനി നമുക്ക് എക്സിറ്റ് പോകാം കേട്ടോ. ഇനിയൊന്നുമില്ല. ഇത് വേറെ സെപ്പറേറ്റ് മ്യൂസിയം പുറത്ത് കൊടുത്തുള്ള. ഇവിടെ ഒരു താത്തിരിക്കുന്നുണ്ട്, അങ്ങനെ പോയി എക്സിറ്റ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടില്ലല്ലോ. എക്സിറ്റ് എത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയ പോലെ ഫീൽ ചെയ്തോ നിങ്ങൾക്ക്?
ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. ഇതാട്ടോ മറ്റേ പുറത്തെത്തി നമ്മൾ. അപ്പോൾ എത്ര ഉള്ളൂ ഗായ്സ്, ഇനി നമ്മൾ ബാക്ക് ടു റൈഡ്. നമ്മളെ വീട്ടിലേക്ക് പോകണം. നമുക്ക് പെരിയിലെത്തിയ സമാധാനമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായാലും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസ് വരിക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്തിടുക. ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കരുതി ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ.